ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ റെഡിയായി നിക്ക. പാറു എവിടെ? പാറു ഇനി എത്തിയിട്ടില്ല. ഡിന്നറിന് പോകുന്ന കാര്യം അവളോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു മാഡം. മാഡത്തിനോട് പറയുന്നതിന് മുമ്പേ ഞാൻ അവളോട് പറഞ്ഞതാ. ജോലി കഴിഞ്ഞാലുടൻ വേറെ എങ്ങോട്ടും പോവാതെ നേരെ ഇങ്ങോട്ട് വരാന്നാ അവള് പറഞ്ഞത്. എന്താ വൈകുന്നേന്ന് നിങ്ങൾ അവളെ വിളിച്ചു ചോദിച്ചില്ലേ? ഞാൻ വിളിച്ചു, പക്ഷെ പാറു ഫോൺ എടുക്കുന്നില്ല. കൊറേ തവണ വിളിച്ചു. ഞങ്ങൾക്ക് എന്തോ പേടി തോന്നുന്നു മാഡം. പേടിക്കാൻ എന്താ ഉള്ളത്? ഉദ്ദേശിച്ച പോലെ ജോലി തീർന്നിട്ടുണ്ടാവില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. മുക്ത, നീ ആഗ്രഹിച്ചതുപോലെ പ്രശ്നം ചൂട് പിടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഗോഡൌണിൽ കിടന്ന് അവർ ചക്രശ്വാസം വലിക്കുമായിരിക്കും. പോ. മുക്ത, എന്താ മാഡം? ഇവിടെ വരൂ. വാടി വാടി. എന്താ മാഡം? കമ്പനിയിൽ എന്തെങ്കിലും അർജന്റ് വർക്ക് വന്നിട്ടുണ്ടോ? ഓവർ ടൈമോ നൈറ്റ് ഡ്യൂട്ടിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല മാഡം. 5 മണി വരെ വർക്കിംഗ് ടൈം. ഇന്നും 5 മണിക്ക് തന്നെ ജോലി തീർന്നു. എല്ലാരും കമ്പനിയിൽ നിന്ന് പോയ ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്താ മാഡം? മാഡം എന്താ പതിവില്ലാതെ കമ്പനിയിലെ ജോലി സമയമൊക്കെ അന്വേഷിക്കുന്നേ? ജോലിക്ക് പോയിട്ട് പാറു ഇതുവരെ വന്നില്ല. പാർവതി ഇതുവരെ എത്തിയില്ലേ? ഇല്ല. കമ്പനിയുടെ സിഇഒ ആയ മുക്ത പതിവ് പോലെ 5:30 ആയപ്പോ ഇവിടെ എത്തി. ഹെൽപ്പർ പോസ്റ്റിലുള്ള പാർവതി ഇനി എത്തിയിട്ടില്ല. അവൾ എവിടെ പോയി? അറിയില്ല. ഞാനും ഇവരും പലതവണ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. മാഡം പേടിക്കൊന്നും വേണ്ട. ഗന്ധർവൻ എന്ന പേരില് ആരെങ്കിലും അവൾക്ക് വീണ്ടും ലെറ്റർ അയച്ചിട്ടുണ്ടാവും. അത് വായിച്ചയുടൻ പ്രേമ പരവശയായി അവൾ അവനെ കാണാൻ പോയിട്ടുണ്ടാവും. ദേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവളുടെ സ്വഭാവമല്ലേ ഞാൻ പറഞ്ഞത്. ഗന്ധർവൻ എന്ന പേരില് ആര് ലെറ്റർ അയച്ചാലും കെട്ടാൻ തയ്യാറായി ഇറങ്ങിപ്പോവലാണല്ലോ അവളുടെ ഹോബി. സത്യം പറയുമ്പോ നീ എന്തിനാ ചൂടാവുന്നേ? കാമുകന്റെ കൂടെ ചാടിപ്പോവാൻ ഋതികയ്ക്ക് ചൂട്ട് പിടിച്ച് കൊടുത്തവളല്ലേ ഡയാന? നിനക്കൊക്കെ ഇങ്ങനെ മാത്രമേ ചിന്തിക്കാൻ കഴിയൂ. തലനിറയെ ആ വിചാരമാണല്ലോ. അവള് ചൂട്ട് പിടിച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇഷ്ടക്കാരനെ കൊന്ന കുറ്റത്തിന് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നിട്ടില്ല. അവന്തിക സൂക്ഷിച്ച് സംസാരിക്കുന്നതാ നിനക്ക് നല്ലത്. സൗകര്യമില്ലടി. നീ എന്ത് ചെയ്യൂ? എന്തിയൊന്ന് കാണൂടി നിനക്ക്. വാടി. പാറു എവിടെയാണെന്ന് നമ്മൾ ഇനി ആരോടാ ചോദിക്കാം മാഡം? ഹലോ, ഞാൻ ഭൂമികയാ. എന്താ മാഡം? മാഡം ഈ സമയത്ത്? കാലത്ത് ഇവിടുന്ന് ജോലിക്ക് പോയതാ പാറു. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. മാഡം എന്താ ഈ പറയുന്നത്? പാർവതി തിരിച്ചെത്തിയില്ലേ? ഇല്ല. മുക്തയോട് ചോദിച്ചപ്പോ കമ്പനിയിൽ നിന്ന് എല്ലാവരും 5 മണിക്ക് തന്നെ പോയിന്നാ പറഞ്ഞത്. ഫോൺ വിളിച്ചപ്പോ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മീരയും ആയിഷയും ജെനിഫറും ഒക്കെ പേടിച്ചിരിക്കുക. കൈലാഷിന് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമോ? ഞാൻ വരാം മാഡം. ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ. കുറച്ചുകൂടെ ശ്രമിച്ചത് തുറക്കാൻ കഴിയും. വേണ്ട പ്രിയഞ്ചേട്ടാ, നമ്മള് ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുക. പ്രിയഞ്ചേട്ടന് എന്തെങ്കിലും അപകടം പറ്റിയാ നമ്മൾ എന്താ ചെയ്യാ? ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. പരബ്രഹ്മം കാരണം എന്തെങ്കിലും അബദ്ധം ചെയ്താ
ഇതിന്റെ കൂടെ അതും വലിയ പ്രശ്നമായി മാറും. സെക്യൂരിറ്റി ചേട്ടാ, സെക്യൂരിറ്റി ചേട്ടാ, കേൾക്കുന്നുണ്ടോ? സെക്യൂരിറ്റി ചേട്ടാ, പ്രിയൻചേട്ടൻ എന്താ ആലോചിക്കുന്നത്? എന്തിനാ ഈ നൂല്? നമ്മൾ ഇതിനകത്ത് കിടന്ന് എത്ര വിളിച്ചു കൂവിയാലും സെക്യൂരിറ്റി ചേട്ടൻ കേൾക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഇതിനകത്തുണ്ടെന്ന് വേറെ ഏതെങ്കിലും രീതിയിൽ അയാളെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക? നിന്റെ കൈ കിടക്കുന്ന വളകളൊക്കെ ഇങ്ങെടുക്ക. ഈ വളയോ എന്തിനാ? പറയാം, താ. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാ? സെക്യൂരിറ്റി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഈ ബിൽഡിങ്ങിന് ചുറ്റും റൗണ്ട് അടിക്കും. നമ്മളിത് ഈ ജനലിൽ കൂടെ താഴേക്ക് ഇട്ടിട്ട് കിലുക്കിക്കൊണ്ടിരുന്ന സെക്യൂരിറ്റി ചേട്ടൻ ശബ്ദം കേൾക്കും. സെക്യൂരിറ്റി ചേട്ടൻ മേളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കാണും. ഇതിനകത്ത് ആളുണ്ടെന്ന് മനസ്സിലാവും. അയാൾ വന്ന് വാതിൽ തുറന്നുതരും. എങ്ങനെ ഉണ്ട് എൻ്റെ ഐഡിയ? നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഈ ഐഡിയ നിനക്ക് പിടിച്ചില്ലേ? ഈ വളകളുടെ കൂടെ ഇതും കൂടി കെട്ടിയാ കൂടുതൽ ശബ്ദം ഉണ്ടാവും. സെക്യൂരിറ്റി ചേട്ടന് കേൾക്കാനും പറ്റും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. നിന്റെ ഐഡിയ ആണ് ഐഡിയ. ഇതാ, നല്ല ശബ്ദമുണ്ട്. ഈ തല മുഴുവൻ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ ആണല്ലേ? പാർവതിയോട് നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചത്? കൊറേ സമയമായി.